സ്മരണാഞ്ജലി സീരീസ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് നോട്ട് എ ഷോ, ദിസ് ഇസ് നോട്ട് എ മ്യൂസിക്കൽ എക്സ്ട്രാവഗൻസ. ഇത് ഒരു റൺ ഓഫ് ദ മിൽ ഗാനമേള പോലുമല്ല. ഇത് മരണമില്ലാത്ത ഗാനങ്ങളുടെ സൃഷ്ടാക്കളായ മഹാപ്രതിഭകൾക്ക് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വാക്കുകൾ കൊണ്ടും മീണങ്ങൾ കൊണ്ടും നൽകുന്ന ഒരു സ്മരണാഞ്ജലിയാണ്. താങ്ക് യു സോ മച്ച്. ഈ ഒരൊറ്റ വാക്കിൽ സ്മരണാഞ്ജലി സീരീസ് എല്ലാം അടങ്ങിയിരിക്കുന്നു. സ്മരണാഞ്ജലി സീരീസ് സീസൺ 1 അത് നടന്നത് ഫെബ്രുവരി 24, 2023. മലയാള സിനിമാ ഗാനങ്ങളുടെ ചരിത്രം പറഞ്ഞും പാടിയും 1954 നീലക്കുയിലിൽ തുടങ്ങി 1976 വരെയുള്ള മലയാള സിനിമാ ഗാനങ്ങളുടെ ഗോൾഡൻ പീരിയഡിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. ആ ഗാനങ്ങൾ നമുക്ക് നൽകിയ മഹാപ്രതിഭകളായ ഗാനരചയിതാക്കൾക്കും സംഗീത സംവിധായകർക്കും സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സ്മരണാഞ്ജലി സീസൺ 2 2023 ഡിസംബർ 8 76 തുടങ്ങി 1994 വരെയുള്ള കാലഘട്ടങ്ങളിലെ ചരിത്രം പറഞ്ഞും പാടിയും മഹാരഥന്മാർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചും കൊണ്ട് അങ്ങനെ 2 സീസണോടുകൂടെ ഞങ്ങൾ 1954 മുതൽ 94 വരെയുള്ള ഒരു കാലഘട്ടത്തിലെ ചരിത്രം പറഞ്ഞും പാടിയും പോയി. സ്മരണാഞ്ജലി സീസൺ 3 ഇതേ കാലയളവിൽ ഇതേ 40 വർഷത്തെ ആ ഗോൾഡൻ പീരിയഡിലെ മറ്റു ഭാഷകളിലെ മഹാപ്രതിഭകളായ സംഗീത സംവിധായകർ ഇടയ്ക്കെല്ലാം മലയാളത്തിൽ വന്ന് മധുരമൂറുന്ന ഗാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അവർ മലയാളത്തിൽ നമുക്ക് നൽകിയ മരണമില്ലാത്ത ഗാനങ്ങളിലൂടെ ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. ഒപ്പം ആ മഹാരഥന്മാരിൽ മൺമറഞ്ഞു പോയവർക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഈ 14 പേരിൽ 2 ലിവിങ് ലെജൻസ് ഉണ്ട്, അവർക്ക് സ്നേഹാദരങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്, ഞാൻ ഗാനരചയിതാക്കളെക്കുറിച്ച് കാര്യമായിട്ട് പറയുകയില്ല. കാരണം നമ്മൾ മറ്റു ഭാഷകളിൽ നിന്ന് വന്ന സംഗീത സംവിധായകരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഗാനരചയിതാക്കൾക്ക് വയലാറിൻ്റെയും ഭാസ്കരൻ മാസ്റ്ററുടെയും ONVയുടെയും യൂസഫ് അലി കേച്ചേരിയുടെയും പാട്ടുകളാണ് നമ്മൾ ഇന്നിവിടെ പാടാൻ പോകുന്നത്. അവർക്കെല്ലാം നമ്മൾ കഴിഞ്ഞ 2 സീസണിലും സ്മരണാഞ്ജലി കൊടുത്തിട്ടുണ്ട്. അടുത്ത സീസണുകൾ മുതൽ അവർ വീണ്ടും തിരിച്ചു വരും. ഇന്ന് ഞാൻ അവരെ കോൺസെൻട്രേറ്റ് ചെയ്യില്ല. പക്ഷേ ഡോക്ടർ എന്തുകൊണ്ട് ഗാനരചയിതാവിനെക്കുറിച്ച് പറഞ്ഞില്ല എന്നൊരു സംശയം ചോദിക്കരുത്. നമുക്ക് ആദ്യ ഗാനത്തിലേക്ക് പോകാം. ആദ്യ ഗാനം മലയാള സിനിമ ചരിത്രത്തിലെ നാഴികക്കല്ലായ ഒരു സിനിമയിലെ ഒരു ഗാനമാണ്. നമ്മൾ സാധാരണ സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ പറയും മുഖ്യധാരാ സിനിമ, കച്ചവട സിനിമ, റിയലിസ്റ്റിക് സിനിമ, സമാന്തര സിനിമ എന്നൊക്കെ. എന്നാൽ സിനിമയുടെ ഏത് അളവുകോൽ കൊണ്ട് നമ്മൾ അളന്നെടുത്താലും മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച 10 സിനിമകളിലൊന്ന് യവനികയായിരിക്കും. KG ജോർജ് എന്ന സംവിധായക പ്രതിഭയുടെ മാസ്റ്റർ പീസ്. KG ജോർജ് അദ്ദേഹം ഇന്നുവരെ ഒരു സിനിമയും, അദ്ദേഹം മരിക്കുന്നതുവരെ ഒരു സിനിമയും അദ്ദേഹം ആവർത്തിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും ഓരോ അനുഭവങ്ങളായിരുന്നു, ഓരോ ജോണറുകളായിരുന്നു. ഒരു ജോണർ പോലും അദ്ദേഹം ആവർത്തിച്ചിട്ടില്ല. യവനിക എന്ന സിനിമ എടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം 3 മാസം ഒരു നാടക കമ്പനിയിൽ പോയി ജോലി ചെയ്തിരുന്നു. നാടക പ്രവർത്തകരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി. യവനികയെക്കുറിച്ച് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ന്യൂജൻ ക്രിട്ടിക്സ് എല്ലാം അത് യവനികയെ അണ്ടർ റേറ്റ് ചെയ്യുകയാണ്. യവനിക അതിനെല്ലാം മുകളിലുള്ള ഒരു സിനിമയാണ്. യവനികയിൽ ജീവിതവും നാടകവും സിനിമയും തമ്മിലുള്ള വേർതിരിവുകൾ നേർത്ത് ഇല്ലാതാവുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. 1982 ഇറങ്ങിയിട്ടുള്ള സിനിമയാണ്. തബലിസ്റ്റ് അയ്യപ്പനായി അഭിനയിച്ച ഭരത് ഗോപി മുതൽ നാടകത്തിൽ കർട്ടൻ പൊക്കുന്നയാൾ വരെ അതിഗംഭീരമായി അഭിനയിച്ചിട്ടുള്ള സിനിമ. യവനികയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത് ശ്രീ MB ശ്രീനിവാസനാണ്. MB ശ്രീനിവാസൻ ആന്ധ്രാപ്രദേശിലാണ് ജനിച്ചത്, ചിറ്റൂർ എന്ന ഗ്രാമത്തിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ തമിഴായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു തമിഴ് യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നുപോയാൽ സിനിമാ സംഗീത സംവിധായകർക്ക് വേണ്ടി മാത്രമല്ല, ടെക്നീഷ്യൻസിന് വേണ്ടി മാത്രമല്ല,
വെറും ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന സിനിമാ പ്രവർത്തകർക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീ MP ശ്രീനിവാസൻ. എൻ ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമനിസ്റ്റ്, ലെഫ്റ്റിസ്റ്റ് ആൻഡ് സെക്യുലറിസ്റ്റ്. അദ്ദേഹം വിവാഹം കഴിച്ചത് ഒരു കാശ്മീരി മുസ്ലിമിനെയായിരുന്നു. അദ്ദേഹം നമ്മെ വിട്ട് കടന്നുപോയത് ലക്ഷദ്വീപിൽ വെച്ചാണ് അദ്ദേഹം മരണമടഞ്ഞത്. അദ്ദേഹം ആദ്യമായി KG ജോർജിന് വേണ്ടി സംഗീത സംവിധാനം ഒരുക്കുന്നത് 1977 പുറത്തിറങ്ങിയ ഉൾക്കടൽ എന്ന സിനിമയിലാണ്. അതിലെ പാട്ടുകൾ നിങ്ങൾക്കറിയാം. ശരദിന്ദു മലർദീപ നാളം നീട്ടി, എൻ്റെ കടിഞ്ഞൂൽ പ്രണയ കഥയിലെ പെൺകൊടി തുടങ്ങിയ ഗാനങ്ങൾ. 1982 യവനിക എന്ന സിനിമയിൽ ONVയുടെ വരികളിൽ അദ്ദേഹം നമുക്ക് നൽകിയ മാസ്റ്റർ പീസുകളാണ്. മിഴികളിൽ നിറകതിരായി സ്നേഹം, മൊഴികളിൽ സംഗീതമായി, അതുപോലെ തന്നെ ചെമ്പക പുഷ്പ സുവാസിത യാമം. എന്നാൽ ഈ സിനിമയിൽ ഒരു സംഘഗാനമുണ്ട്. യവനികയിൽ നാടകം തുടങ്ങുമ്പോഴുള്ള ഗാനമാണ്. ഭരതമുനി ഒരു കളം വരച്ചു, കദളി വനങ്ങളിൽ പാടുന്ന കളിത്തത്തെ എന്ന് തുടങ്ങുന്ന ഗാനം. യവനികയിൽ അത് നാടകം ആരംഭിക്കുമ്പോൾ തുടങ്ങുന്ന ഗാനമാണെങ്കിൽ സ്മരണാഞ്ജലി സീസൺ 3 തുടങ്ങുന്നത് ഞങ്ങൾ ഈ പാട്ടോടുകൂടിയാണ്. ഞങ്ങളുടെ എല്ലാ പാട്ടുകാരും നിങ്ങൾക്ക് മുന്നിൽ. കദളി വനങ്ങളിൽ പാടുന്ന കളിത്തത്തെ, കഥകളുറങ്ങുമീ മണ്ണിൻ്റെ മണിമുത്തേ, ഇനിയുമൊരു കഥ പറയാൻ പോരൂ, ഇനിയുമൊരു കഥ പറയാൻ പോരൂ, കതിർമണികൾ കനികളും നേദിക്കാം പോരൂ തത്തേ. ഇവിടെയുറങ്ങുന്നു ശിലയായ ഹല്യമാ, ഇനിയും തോർന്നീലല്ലോ ഭൂമി കന്യതൻ കണ്ണീ. അവമാനിതയായ പാഞ്ചാലിയുടെ ശാപശപഥങ്ങൾ തൻ കഥ ഇവിടെ തുടരുന്നു. മലർക്കുമ്പിളിൽ ഒരു മാതളക്കനിയുമായി വിളിപ്പൂ കാലം കഥ തുടരൂ നീ എൻ തത്തേ. ഭരതമുനിയൊരു കളം വരച്ചു, ഭരതമുനിയൊരു കളം വരച്ചു, വാസകാളിദാസർ കരുക്കൾ വച്ചു, ഭരതമുനിയൊരു കളം വരച്ചു. കറുപ്പും വെളുപ്പും കരുപ്പൻ നീക്കി കാലം കളിക്കുന്നു, കറുപ്പും വെളുപ്പും കരുപ്പൻ നീക്കി കാലം കളിക്കുന്നു, കാലം കളിക്കുന്നു. ആരോ കൈകൊട്ടിച്ചിരിക്കുന്നു, ആരോ കൈകൊട്ടിച്ചിരിക്കുന്നു. ഭരതമുനിയൊരു കളം വരച്ചു. ചിരിക്കും അടുക്കും
അടുക്കും മകരും കരുക്കളി നമ്മളല്ലേ കാണികൾ കളിക്കാർ നമ്മളല്ലേ ആ ഭരതമുനിയൊരു കളം വരച്ചു. ഇണങ്ങും പിണങ്ങും ഇണവേർ പിരിയും ഇണങ്ങും പിണങ്ങും ഇണവേർ പിരിയും നിഴലുകൾ നമ്മളല്ലേ. ഇണങ്ങും പിണങ്ങും ഇണവേർ പിരിയും നിഴലുകൾ നമ്മളല്ലേ. നിഴലുകളാടും കളം ഇതല്ലേ നിഴലുകളാടും കളം ഇതല്ലേ ഭരതമുനിയൊരു കളം വരച്ചു. ഭാസകാളിദാസ കരുക്കൾ വച്ചു ഭരതമുനിയൊരു കളം വരച്ചു. സൂപ്പർ 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 താങ്ക് യു